എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് എപ്പിസോഡ് കുറച്ച് താമസിച്ചായിരുന്നു വന്നിരുന്നത്. ഏതായാലും റിവ്യൂ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അപ്പോൾ നയന രാവിലെ തൊട്ട് ടെൻഷനോട് കൂടി ആദർശിനെ വിളിക്കുന്നുണ്ട്. ആദർശ് ഫോൺ എടുക്കുന്നില്ല, കിടന്ന് ഉറക്കമാണ്. ഈ സമയം മറ്റു ജ്വല്ലറികളെല്ലാം അവിടെ ഡീൽ ഉറപ്പിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവരെല്ലാം പരസ്പരം പരിചയപ്പെടുന്നുണ്ട്. എൻ ജ്വല്ലറിയുടെ ഡേവിഡും എത്തിയിട്ടുണ്ട്. അയാൾ ചോദിക്കുന്നുണ്ട് മൂർത്തി ജ്വല്ലറിയിൽ ആരും വന്നിട്ടില്ലേ എന്ന്. അന്നേരം സാധാരണ ഇങ്ങനെയുള്ള ഡീലുകൾക്കൊക്കെ ആദ്യം വരുന്നത് അവരാണ്. ജ്വല്ലറികളുടെ ലിസ്റ്റിൽ ആദ്യം കിടക്കുന്നതും അവരുടെ പേരാണ്. പക്ഷെ ആരും വന്നിട്ടില്ല എന്ന് പറയുമ്പം ഡേവിഡ് പറയുന്നുണ്ട് മൂർത്തിയുടെ കൊച്ചുമകൻ പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് കേട്ടത്, എന്താ പോലും എത്താത്തത് എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ അവന്തികയും അച്ഛൻ നാഗേന്ദ്രനും കൂടി സംസാരിക്കുന്നുണ്ട്. നാഗേന്ദ്രൻ പറയുന്നുണ്ട് ആദർശ് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് ഡീല് കിട്ടാൻ, അല്ലാത്ത പക്ഷം നമുക്ക് കിട്ടാനുള്ള ചാൻസൊക്കെ ഉണ്ട്, അതിനുള്ളതൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പം ആദർശേട്ടൻ അവിടെ എത്തുമോ അച്ഛ എന്ന് ചോദിക്കുമ്പം അത് നമുക്കറിയത്തില്ല, നോക്കാം എന്ന് പറയുമ്പം അച്ഛൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അച്ഛൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അച്ഛനെ ശത്രുവായി പ്രഖ്യാപിച്ച, അച്ഛനെ ഉപദ്രവിച്ച് എല്ലാവരുടെയും കണ്ണ് നിറയുന്നത് എനിക്ക് അവരുടെ കൂടെ നിന്ന് തന്നെ കാണണം. അത് എൻ്റെ അമ്മയെക്കാളും ഏട്ടനേക്കാളും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ അവന്തിക പറയുന്നുണ്ട്. അന്നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട് നിൻ്റെ അമ്മയ്ക്ക് അവിടെ വലിയ സ്ഥാനമൊന്നും കൊടുത്തിട്ടില്ല ദേവയാനി, പണ്ട് തൊട്ടേ നിൻ്റെ അമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ആളാണ് ദേവയാനി, അതിനുള്ള തിരിച്ചടിയൊക്കെ ഇനി കിട്ടാൻ പോകുന്നേ ഉള്ളൂ. അഭിയും ജലജയും ഉദ്ദേശിച്ചേക്കാൻ നല്ലൊരു ജീവിതം ഇനി അവർക്ക് കിട്ടും എന്നൊക്കെ പറയുമ്പം അവന്തിക ചോദിക്കുന്നുണ്ട് ഏട്ടന് എൻ ജ്വല്ലറിയിൽ ഒരു ജോലി കൊടുത്തുകൂടെയെന്ന്. അന്നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട് അതങ്ങനെ പെട്ടെന്ന് കൊടുക്കാൻ പറ്റില്ല, എല്ലാവർക്കും സംശയം തോന്നും. ഇപ്പം എൻ ജ്വല്ലറിയുടെ മോഡലാണല്ലോ നവ്യയുടെ റെക്കമെൻഡേഷനിൽ വേണം അഭി അങ്ങോട്ട് വരാൻ, അപ്പോൾ ആർക്കും സംശയം തോന്നിയില്ല, ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അവന്തിക ആദർശ് തോറ്റു എന്ന വാർത്ത കേൾക്കാൻ കൊതിയാകുന്നു എന്ന് പറഞ്ഞ് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നയനയാണ്. നയന വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ട് ആദർശിനെ, അപ്പോഴും ആദർശ് നല്ല ഉറക്കത്തിലാണ്, ഫോൺ എടുക്കുന്നില്ല. അന്നേരം ടെൻഷനോടുകൂടി നയന ദേവയാനിയോട് പറയുന്നുണ്ട് ആദർശേട്ടൻ ഫോൺ എടുക്കുന്നില്ല, എനിക്ക് ടെൻഷനായി തുടങ്ങി, ഇതുപോലെ തന്നെയായിരുന്നു ദുബായിലെ അവസ്ഥയും, എനിക്ക് പേടിയാവുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം ദേവയാനി പറയുന്നുണ്ട് അവൻ തിരക്കിലായിരിക്കും, അതുകൊണ്ടായിരിക്കും മോള് ടെൻഷനാകാതെ ഇപ്പോൾ വന്ന് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് നയനെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയി ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നയനയ്ക്ക് ആകെ ടെൻഷൻ ആയതുകൊണ്ട് മുത്തശ്ശൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ആദർശേട്ടൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന്. അന്നേരം പറയും അവൻ തിരക്കായിരിക്കും, അതുകൊണ്ടായിരിക്കും, പിന്നെ അവിടെ അടുത്ത് ഏതെങ്കിലും അമ്പലം ഉണ്ടെങ്കിൽ അവിടെ പോയി കാണുമായിരിക്കും, ഇവിടെ എല്ലാവരും കഠിന വ്രതത്തിലല്ലേ, അതുകൊണ്ട് അവനും പ്രാർത്ഥിക്കുന്നുണ്ടാവും എന്നൊക്കെ പറയുമ്പം നയനയ്ക്ക് ടെൻഷനാണ്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അവൻ്റെ ജയത്തിനുള്ള എല്ലാം ഞാൻ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്, അവൻ ആ മീറ്റിങ്ങിൽ ഒന്ന് പങ്കെടുത്താൽ മാത്രം മതി, ബാക്കിയെല്ലാം സെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് നയനെ ആശ്വസിപ്പിക്കുന്നു. മോള് ടെൻഷൻ ആകണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നയന റൂമിലേക്ക് വരുന്നു. വീണ്ടും വിളിച്ചു നോക്കുകയാണ് ആദർശിനെ. ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആയി, അതുകൊണ്ട് കെട്ടുവിട്ടു. അതുകൊണ്ട് ആദർശ് പയ്യെ ഫോൺ ബെല്ലടിക്കുന്ന കാണുമ്പോൾ എഴുന്നേക്കും. എന്നിട്ട് ഹലോ വെച്ചിട്ട് എന്താടി എന്ന് ചോദിക്കുമ്പം അവിടുത്തെ ഡീലൊക്കെ കഴിഞ്ഞു ആദർശേട്ടാ, നമുക്ക് തന്നെയാണോ കിട്ടിയത്, 11 മണിയായില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വിളിച്ചത് എന്നൊക്കെ പറയുമ്പം 11 മണിയോ എന്ന് പറഞ്ഞ് ആദർശ് അങ്ങ് ഞെട്ടുക. എന്നിട്ട് അതെ നീ ഫോൺ വയ്ക്കുക, ഞാനിപ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അന്നേരം നയനയ്ക്ക് ആകെ ടെൻഷനായേ, നയന ഇങ്ങനെ വിഷമിച്ചിരിക്കുക. അന്നേരം റൂമിലേക്ക് ദേവയാനി വരും. അന്നേരം ദേവയാനിയോട് നയന പറയുന്നുണ്ട് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ ആദർശേട്ടൻ ഫോൺ എടുത്തു, പക്ഷേ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു, ആദർശേട്ടൻ എന്തോ ടെൻഷൻ ഉണ്ടമ്മേ എന്ന് പറയുമ്പം ദേവയാനി പറയുന്നുണ്ട് ടെൻഷൻ കാണാതിരിക്കുമോ, ഡീലിൽ നമ്മൾ പങ്കെടുത്താലും നമുക്കാണ് എന്ന് ഉറപ്പ് വരുന്നിടം വരെ നമുക്ക് ടെൻഷൻ കാണില്ലേ എന്നിങ്ങനെ ദേവയാനി പറയുക. അന്നേരം നയന പറയുന്നുണ്ട് അല്ലമ്മ ഇപ്പോൾ 11 മണി ആയില്ലേ, അപ്പോൾ എല്ലാം കഴിഞ്ഞ് കാണില്ലേ എന്ന് ചോദിക്കുമ്പം 11 മണിയായി എന്നോർത്ത് കഴിഞ്ഞ് കാണത്തൊന്നുമില്ല, അവിടെ വേറെയും ഒരുപാട് ജ്വല്ലറികളില്ലേ, അവരുടെ എല്ലാം ഡീല് കഴിഞ്ഞ് അവരുടെ എല്ലാം കാര്യങ്ങൾ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ചെയ്യുള്ളൂ, അവിടെ സമയം ഇനിയുണ്ട് എന്ന് ദേവേനെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആദർശ് ധൃതി വെച്ച് റെഡിയാകുന്നതാണ്. ഫയലൊക്കെ 2 മേശയിൽ അവിടെ ഇവിടെയായിട്ടൊക്കെ കിടക്കുന്നു, അതൊക്കെ എടുത്ത് വെക്കുന്നു. അത് കഴിഞ്ഞ് റെഡിയായി ചെരുപ്പൊന്നും ഇടാതെ ഇറങ്ങി പോകുന്നു. കഴിഞ്ഞ് തിരിച്ച് കയറി വന്ന് ഷൂ ഇടുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിപ്പോയി ലിഫ്റ്റ് കയറി താഴെ എത്തിയിട്ടാണ് ആശാൻ ഓർക്കുന്നത് ഒരു ഫയൽ കൂടി എടുക്കാനുണ്ടെന്ന്. നേരെ മുകളിൽ കയറി വരുന്നു, ആ ഫയൽ എടുത്ത് വെക്കുന്നു, ഫോൺ എടുത്തുകൊണ്ട് പിന്നെ ഇറങ്ങി പോവാണ്. രണ്ടാമത് ചെല്ലുമ്പം ലിഫ്റ്റ് എൻഗേജ്ഡ് ആണ്, കിട്ടുന്നില്ല. നേരെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ ചെല്ലുന്നു. എന്നിട്ട് റിസപ്ഷനിലെ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട് എന്നെ 6 മണിക്ക് വിളിക്കണമെന്ന് പറഞ്ഞല്ലായിരുന്നു, എന്തായിരുന്നു വിളിക്കാത്തത് എന്ന്. അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് തവണ പുറത്ത് വന്ന് വിളിച്ചു, ബെല്ലടിച്ചു, തട്ടി, എന്നിട്ട് സാർ എഴുന്നേറ്റില്ല, അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയി എന്നാണ് കരുതിയത് എന്ന് പറയുന്നു. ഏതായാലും ആദർശ് അവിടുന്ന് പെട്ടെന്ന് പോരുന്നു. അത് കഴിഞ്ഞ് ടാക്സി വിളിച്ച് പോവാണല്ലോ, വണ്ടി വിളിച്ച് പോവാണ്. അന്നേരം ആ വണ്ടി പയ്യെ ഓടിക്കുന്ന ഒരു പ്രായമായ ആളാണ്.
നേരം കുറച്ചങ്ങ് ഓടി കഴിയുമ്പോൾ ആദർശ് വണ്ടി ഒന്ന് നിർത്താൻ പറയും. എന്നിട്ട് ഞാൻ ഓടിക്കാമെന്ന് പറഞ്ഞാൽ ആദർശാണ് വണ്ടി ഓടിക്കുന്നത്. സ്പീഡിലൊക്കെ ചെല്ലുന്നുണ്ട്. പക്ഷേ അവിടെ ചെന്ന് കോൺഫറൻസ് ഹാളിൻ്റെ ഡോറ് തുറക്കുമ്പോൾ ആദർശ് കാണുന്നത് ഡീല് AN ജ്വല്ലറിക്ക് കിട്ടി. അതിന് AN ജ്വല്ലറിയെ എല്ലാവരും അഭിനന്ദിക്കുന്നതാണ്. ആദർശനാകെ വിഷമാവും. ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് ഡേവിഡ് എഴുന്നേറ്റ് വരും. എന്നിട്ട് ആദർശനോട് പറയുന്നുണ്ട്, വിഷമിക്കണ്ട, താമസിച്ചു പോയല്ലേ, ഇനിയും ഡീലുകൾ വരുന്നുണ്ടല്ലോ, സമയത്തിന് ഒരുപാട് വിലയുണ്ട്, ഇന്ന് ഈ സമയം എൻ്റെ കൂടെയാണ് നിന്നത്, അതുകൊണ്ട് എനിക്കിത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് സ്വയം പരിചയപ്പെടുത്തുകൂടി ചെയ്യുന്നുണ്ട്. ഞാനാണ് AN ജ്വല്ലറിയുടെ ഓണർ ഡേവിഡ് എന്ന് പറഞ്ഞ്. അങ്ങനെ കൈ പിടിച്ച് ഒരു ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുക്കുന്നുണ്ട്. ആകെ വിഷമിച്ച് നിൽക്കുന്ന ആദർശിനെയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.